ഈ ശ്യാംരാജ്, അങ്ങ് വാദമുഖങ്ങൾ കേട്ടിട്ടുണ്ടാകും, പ്രത്യേകിച്ചും ശ്രീ എം ജയചന്ദ്രൻ്റെ. ഇതിനിടയിൽ ദേവസ്വം മാനുവൽ ഞാൻ ഉദ്ധരിച്ചു, സബ് ഗ്രൂപ്പ് മാനുവൽ ഉദ്ധരിച്ചു. അപ്പോൾ ഇതൊന്നും തന്ത്രി ചൂണ്ടിക്കാട്ടിയിട്ടില്ല എന്നുള്ളത് ഒരു ഭാഗത്ത് നിൽക്കുന്നു. ഇത് ചൂണ്ടിക്കാട്ടേണ്ടത് ആരാണ്? ദേവസ്വം കമ്മീഷണറായി സ്തുത്യർഹമായ സേവനം അനുഷ്ഠിച്ചതിന് പ്രത്യുപകാരം എന്ന വേണോ, അല്ലെങ്കിൽ അംഗീകാരം എന്ന വേണോ, വീണ്ടും പ്രസിഡൻ്റായ ആൾ ഉൾപ്പെടെയുള്ളവരാണോ, നിയമസഭാ അംഗം അടക്കം ഉള്ള ചുമതല വഹിച്ചിട്ടുള്ള ജനപ്രതിനിധിയും നിയമനിർമ്മാണ സഭയിൽ അംഗമായിരുന്ന പത്മകുമാർ അടക്കമുള്ളവരാണോ, വളരെയധികം പ്രവർത്തന പരിചയമുള്ള ഉദ്യോഗസ്ഥ പ്രമാണിമാരായ മുരാരി ബാബുവും എക്സിക്യൂട്ടീവ് ഓഫീസറും ഒക്കെയാണോ എന്നുള്ള ഒരു ഭാഗത്ത്. സമയക്കുറവ് മൂലം ഞാൻ മറ്റൊരു കാര്യം കൂടി അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. ഈ തന്ത്രി ചികിത്സയിലായിരുന്നു, ICUവിലായിരുന്നു. ഒറ്റയടിക്ക് അദ്ദേഹത്തെ ICUവിൽ നിന്ന് റൂമിലേക്ക്, വാർഡിലേക്കൊന്നും മാറ്റാതെ ജയിലിലേക്ക് പോയി. അപ്പോൾ സർക്കാരിൻ്റെ ഡോക്ടർമാർക്ക് ഉത്തമ ബോധ്യമായിട്ടുണ്ടാവും അദ്ദേഹം ജയിലിൽ പോകാനുള്ള ആരോഗ്യം വീണ്ടെടുത്തു എന്ന്. ഈ സുപ്രീം കോടതി തന്നെ ഇമാതിരി സാധനം കൊണ്ട് ഇനി ഇങ്ങോട്ട് വരരുത്, ദൈവങ്ങളെപ്പോലും വെറുതെ വിടില്ലേ എന്ന് അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിച്ച, അങ്ങനെ ചൂണ്ടിക്കാട്ടിയ ശങ്കരദാസിന് ആരോഗ്യത്തിൻ്റെ ആനുകൂല്യം നൽകി ഇങ്ങനെ അറസ്റ്റ് വൈകിക്കുന്നു. അവിടെ ഇരുന്ന് ഈ കാര്യങ്ങൾക്ക് നേതൃത്വം നൽകി നേരിട്ട് കുറ്റകൃത്യത്തിൽ പങ്കുണ്ടെന്ന് ഇതുവരെ കൃത്യമായ സൂചനകൾ വന്ന പത്മകുമാറിനെയും വിജയകുമാറിനെ അറസ്റ്റ് ചെയ്തിട്ടും ശങ്കരദാസിനെ സംരക്ഷിച്ചു നിർത്തുന്നത് എന്ത് ആരോഗ്യ പരിഗണനയുടെ പേരിൽ? തന്ത്രിയെ പെട്ടെന്ന് ധൃതിയിൽ തിരിച്ച് ജയിലിലേക്ക് അയച്ചത് ശ്രദ്ധ, ഫോക്കസ്, ലൈംലൈറ്റ് അവിടെ തന്നെ നിൽക്കട്ടെ എന്നുകൂടി കരുതിയിട്ടാണോ? ഞാൻ ഈ N വാസുവിനെ അറസ്റ്റ് ചെയ്ത സമയത്ത്, ആ സമയത്ത് ശ്രീ ജയേന്ദ്രൻ സാർ ചർച്ചകൾ പറഞ്ഞു എന്ന് എനിക്ക് ഓർമ്മയില്ല. എന്തായാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അതോടൊപ്പം തന്നെ ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധികളൊക്കെ ഞാനിരുന്ന ചർച്ചകളിൽ ഉൾപ്പെടെ പറഞ്ഞൊരു വാക്കുണ്ട്, വാസു സാർ പാവാടാന്ന് പറഞ്ഞു. അന്ന് ഈ ചർച്ചകളിലെല്ലാം പറഞ്ഞിരുന്നു വാസു സാർ പാവാന്ന്. ഈ പറഞ്ഞിട്ടുള്ള ശബരിമലയിലെ സ്വർണ്ണമൊന്നും അല്ല ചെമ്പാണെന്ന് പറഞ്ഞിട്ട് എഴുതി കൊടുക്കാൻ വേണ്ടിയിട്ട് സഹായിച്ച ആ സ്വർണ്ണക്കൊള്ളയ്ക്ക് മുഴുവൻ നേതൃത്വം കൊടുത്തിട്ടുള്ള വാസു എന്ന് പറയുന്ന വ്യക്തി, വാസു എന്ന് പറയുന്ന വ്യക്തി കമ്മീഷണറും പിന്നീട് ദേവസ്വം പ്രസിഡന്റുമായിരുന്ന വാസു ഇവർക്ക് സാറായിരുന്നു. ഇപ്പോൾ അതേപോലെ തന്നെ ഒരു പ്രിവിലേജാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ സർക്കാരിന് താല്പര്യമുള്ളവരും സർക്കാരിനോട് അടുത്ത് നിൽക്കുന്നവരെയും ഏത് വിധേനയും ചിലപ്പോൾ അവരുടെ സ്വഭാവത്തിൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ച് പറഞ്ഞിട്ടായിരിക്കും, അല്ല അവരുടെ പ്രായത്തെക്കുറിച്ച് പറഞ്ഞിട്ടായിരിക്കും, എങ്ങനെയാണെങ്കിലും ഒരു പ്രിവിലേജ് കൊടുത്തിട്ട് അവരെ അറസ്റ്റിൽ നിന്നും അവരെ ജയിലിൽ നിന്നും രക്ഷിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു നിലപാടാണെന്നേ, കേരളത്തിലെ ഇടതുപക്ഷത്തിൻ്റെ നിലപാടാണ്. ഇവർ ഈ പറഞ്ഞിട്ടുള്ള തന്ത്രിയെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ പറഞ്ഞിട്ടുള്ള ഈ നിലപാടുകളെല്ലാം, വാദങ്ങളെല്ലാം, ഇതെല്ലാം പരസ്പര വിരുദ്ധമാണെന്ന്. ഇവിടെ ഒന്നാം ശബരിമല സമരം നടന്ന സമയത്ത് യുവതീ പ്രവേശനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ ശബരിമല നടയടച്ചിടേണ്ടി വരുമെന്ന് തന്ത്രി പറഞ്ഞ സമയത്ത് ഇവരെന്താ പറഞ്ഞിരുന്നത്? തന്ത്രിയുടെ പണി അതല്ല, തന്ത്രിയുടെ പണി താന്ത്രിക കാര്യങ്ങൾ പറയൽ മാത്രമാണ്, ദേവന്റെ ഹിതം പറയൽ മാത്രമാണ്, പൂജാവിധികൾ നിശ്ചയിക്കൽ മാത്രമാണ്, മറ്റു കാര്യങ്ങൾ നിങ്ങൾ പറയേണ്ട എന്ന് തന്ത്രിയോട് 2018 പറഞ്ഞ അതേ കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഇന്ന് പറയുകയാണ് അതും കൂടെ നിങ്ങളുടെ പണിയാണെന്ന്. അതായത് ശബരിമലയിലെ സ്വർണം സംരക്ഷിക്കേണ്ടത് കൂടി നിങ്ങളുടെ പണിയാണെന്ന് തന്ത്രിയോട് പറയാം. അപ്പോൾ ദേവസ്വത്തിൻ്റെ പണി എന്താന്ന്? ഇപ്പോൾ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇടതുപക്ഷം പറഞ്ഞുകൊണ്ടിരുന്ന ക്ഷേത്രങ്ങൾ മുഴുവൻ പ്രശ്നമാണ്, ഹിന്ദുക്കൾക്ക് ക്ഷേത്രങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല, അവിടെ വലിയ വലിയ കൊള്ള നടക്കുന്നു, അതുകൊണ്ട് സർക്കാർ ഞങ്ങൾ വന്നിട്ട് ഇതിനെ അങ്ങോട്ട് എല്ലാം എടുത്ത് ഞങ്ങൾ അങ്ങോട്ട് കൈകാര്യം ചെയ്തോളാം, ദേവസ്വം ബോർഡ് വരട്ടെ, ഇപ്പം എങ്ങനെയുണ്ട് എന്നൊക്കെ പറഞ്ഞ കമ്മ്യൂണിസ്റ്റുകാർ ഇപ്പോൾ പറയാണ് ഇതിൻ്റെ എല്ലാം ഉത്തരവാദി തന്ത്രിയാണെന്ന്. പറയുന്ന ന്യായം എന്താണ്? തന്ത്രി മൗനാനുവാദം കൊടുത്തു എന്നും. അപ്പോൾ മൗനമല്ലാതെ നേരിട്ട് അനുവാദം കൊടുത്തവരെ എന്താണ് അറസ്റ്റ് ചെയ്യാത്തത്? തന്ത്രി മൗനാനുവാദം കൊടുത്തു എന്നാണ് ഇവരുടെ ആരോപണമെങ്കിൽ എന്താ മൗനമായിട്ടല്ലാതെ വാചാലമായിട്ട് സംസാരിച്ചവരെ ഇതുവരെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റാത്ത എന്താണ്? ഈ ശങ്കരദാസ് എന്ന് പറയുന്ന ആൾ ഹൈക്കോടതിയിൽ നിന്നും സുപ്രീം കോടതിയിൽ നിന്നും പോയിട്ട് തിരിച്ചു വന്നിട്ടില്ലേ? അദ്ദേഹം ഈ കേസിൽ ഈ സ്വർണ്ണക്കൊള്ളയിൽ ഉൾപ്പെട്ട ആളാണെന്നുള്ള പരാമർശങ്ങൾ വന്നില്ലേ? എന്താ അറസ്റ്റ് ചെയ്യാത്തത്? അപ്പോൾ തന്ത്രിക്കൊരു നിയമം, ശങ്കരദാസിന് മറ്റൊരു നിയമം. പ്രായാധിക്യം കൊണ്ട് അല്ലെങ്കിൽ ആരോഗ്യപരമായിട്ടുള്ള കാരണം കൊണ്ട് ICUവിൽ കിടക്കുന്ന തന്ത്രിക്കൊരു നിയമം, പ്രായമായി എന്ന് പറയുന്ന ശങ്കരദാസിന് വേറൊരു നിയമം. ഇതൊക്കെ പറയുന്നത്, ഇതിൻ്റെയൊക്കെ ആധാരം എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആളുകളാണ്, ഇവരുടെ ആളുകളാണെന്നുള്ളത് മാത്രമാണെന്നേ. മറ്റൊരു റീസണും മറ്റൊരു കാരണവും ഇതിനകത്തില്ല. അതുകൊണ്ട് തന്നെയാണ് തുടക്കത്തിൽ മുതൽ ഞാൻ സൂചിപ്പിച്ചുകൊണ്ടിരുന്നത് ഇതിനകത്ത് 2 ഇരട്ട നീതിയുണ്ടെന്ന്, ഇരട്ട നിലപാടുകളുണ്ടെന്ന്. ഞാൻ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ, ഈ നമ്മുടെ വീരപ്പനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഇവർ പറയുന്നത് എന്താണ്? വീരപ്പൻ്റെ ആനേനെ കൊന്നിട്ടുണ്ട്, അല്ലെങ്കിൽ വനംകൊള്ള നടത്താൻ വേണ്ടി പോവാണ്, തേക്കും ചന്ദനവും മുറിച്ചു മാറ്റുന്നു എന്ന് പരാതി പറയണം. ആരോട്? വീരപ്പനോട്. എന്തൊരു പരിഹാസ്യമാണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇവരുടെ വാദം എത്രമാത്രം പരിഹാസ്യമാണെന്ന് ആലോചിച്ച് നോക്കി. കൊള്ള ചെയ്തവരോട് പറഞ്ഞില്ല നിങ്ങൾ തന്നെ കൊള്ള ചെയ്തു, എന്തെങ്കിലും കാര്യമുണ്ട്? അതിനൊരു റിസൾട്ട് ഉണ്ടാവും അങ്ങനെ പറഞ്ഞിട്ട്?
അപ്പോൾ ഇതൊക്കെ ആരോപിക്കുമ്പോഴത്തേക്ക് ഇതിനകത്തൊരു യുക്തി ഉണ്ടാവണ്ടേ? ഈ ജയേന്ദ്ര സാർ പറഞ്ഞ് ഞാൻ തിരിച്ചു ചോദിക്കുകയാണ്, നിങ്ങളൊരു വാദം ഉന്നയിക്കുമ്പോൾ, നിങ്ങളൊരു ആരോപണം ഉന്നയിക്കുമ്പോൾ നിങ്ങൾക്കൊരു യുക്തി ഉണ്ടാവണ്ടേ? എന്തേ മറുവശത്തുള്ള അഡ്മിനിസ്ട്രേഷൻ്റെ മുഴുവൻ കാര്യങ്ങൾ ഞാൻ എടുത്തെടുത്ത് വീണ്ടും ചോദിക്കുകയാണ്. അഡ്മിനിസ്ട്രേഷൻ്റെ ഭാഗത്തുള്ള ഈ സ്വത്തുവകകൾ കൈകാര്യം ചെയ്യുമെന്ന് അവകാശപ്പെട്ട, നിയമപരമായിട്ട് കൈകാര്യം ചെയ്യേണ്ട ആളുകൾ തന്നെ ആ കൈകാര്യം ചെയ്തില്ല എന്ന് പരമോന്നത കോടതി, നീതിപീഠം, സുപ്രീം കോടതി വരെ ദൈവങ്ങളെ പോലും വെറുതെ വിട്ടില്ലല്ലോ എന്ന് ചോദിച്ച ശങ്കരദാസ് പുറത്തും ആ ഒരു കാരണം സാങ്കേതികമായിട്ട് മൗനാനുവാദം കൊടുത്തു എന്ന് പറഞ്ഞിട്ട് മാത്രം പറഞ്ഞിട്ട് തന്ത്രി അകത്തും. ഇതെന്ത് നീതിയാ? ഇതെന്ത് യുക്തിയാ? നീതിയോട് നിൽക്കട്ടെ, യുക്തി ഇതെന്ത് യുക്തിയാ ഉള്ളത്? നീതി ഒന്നുമില്ല, നീതി കൊടുക്കുന്നേയില്ല. ഇതിനകത്ത് നീതിയില്ല, ഇതിനകത്ത് യുക്തിയില്ല. ഈ വാദങ്ങൾ എന്ന് പറയുന്നത് തിരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉന്നതരായിട്ടുള്ള നേതാക്കന്മാരിലോട്ട് ഇത് പോകാൻ വേണ്ടിയിട്ട് പാടില്ല. കോൺഗ്രസ് പാർട്ടിയുടെ ഉന്നതരായിട്ടുള്ള നേതാക്കന്മാരിലോട്ട് പോകാൻ വേണ്ടിയിട്ട് പാടില്ല. അതിനു വേണ്ടിയിട്ട് ഇവർ ഉണ്ടാക്കിയിട്ടുള്ള ഒരു തന്ത്രം മാത്രമാണെന്നേ ഇത്. നോക്കൂ, ശബരിമലയിലെ ഈ സ്വർണ്ണക്കൊള്ളയുമായിട്ട് ബന്ധപ്പെട്ട് കടകംപള്ളി സുരേന്ദ്രന് വ്യക്തമായിട്ടുള്ള പങ്ക് തന്നെയുണ്ട്. ഈ തന്ത്രിയുമായിട്ട് ഇദ്ദേഹത്തിന് എന്താ ബന്ധം? തന്ത്രിയുമായിട്ട് ഇദ്ദേഹത്തിന് എന്താ ബന്ധം? എങ്ങനെയാണ് തന്ത്രിയുമായിട്ട് ഈ പോറ്റിയുമായിട്ട് ഇദ്ദേഹത്തിന് എന്താ ബന്ധം? അപ്പോൾ പോറ്റിയുടെ കൂടെ ഇരിക്കുന്ന ചിത്രങ്ങൾ പുറത്തു വരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ പോറ്റിയുടെ കൂടെ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യുന്നു. അപ്പോൾ മുഖ്യമന്ത്രിക്കില്ലാത്ത ഉത്തരവാദിത്തം, ദേവസ്വം മന്ത്രിക്കില്ലാത്ത ഉത്തരവാദിത്തം, ദേവസ്വം പ്രസിഡന്റിനില്ലാത്ത ഉത്തരവാദിത്തം, ദേവസ്വം അംഗങ്ങൾക്കില്ലാത്ത ഉത്തരവാദിത്തമൊക്കെ നിയമപരമായിട്ട് അവരുടെ മേൽ തന്നെ ഉള്ള ഉത്തരവാദിത്തം തന്ത്രിയുടെ മേലെ ഒരു ചാർത്തി വയ്ക്കലാണ് എന്ന് പറയുന്നത് തന്ത്രിയെ കുടുക്കിയിട്ട് മന്ത്രിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതൊന്നും നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നില്ല. ഇനി ഈ കേസ് മൊത്തം, ഞാനൊരു ലോയർ എന്നല്ല, എങ്കിലും ഇത് പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ഇതൊക്കെ കോടതിയിൽ നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഈ ഒരു സമയത്ത് തന്ത്രിക്ക് മേലെ ഇത്തരത്തിലുള്ളൊരു ആരോപണം ഉന്നയിച്ച് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടണം. ആ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടുള്ളൊരു നടപടിയാണ്. അത് നടക്കാൻ വേണ്ടിയിട്ട് പോണില്ല. ജനങ്ങൾക്കൊക്കെ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാൻ വേണ്ടിയിട്ടുള്ളത്.